ലെബനോനിൽ 10 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചപ്പോൾ ട്രംപിന് ഇറാനിൽ നിന്നും കിട്ടിയ ഒരു ചെറിയ സമ്മാനം, അതൊരു സമ്മാനം തന്നെയാണ്, അത് പറയാതിരിക്കാൻ കഴിയില്ല. അതായത് ഹോർമൂസ് കടലിടുക്ക് 10 ദിവസത്തേക്ക് തുറക്കാൻ ഇറാൻ തീരുമാനിച്ചു. വേഷം കെട്ടൊക്കെ അങ്ങ് മാറ്റിവെക്കുക, നിങ്ങൾ വഴിക്ക് വന്നാൽ ഞങ്ങളും ചിലതൊക്കെ ചെയ്യും, ചില കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കും ചെയ്യാൻ പറ്റും. ഇതാണ് ഇറാന്റെ നിലപാട്. ഇതാണ് സ്ഥിതിയെങ്കിൽ, ഇങ്ങനെയാണ് ഇറാൻ മുന്നോട്ട് പോകുന്നതെങ്കിൽ ലോകത്ത് മൊത്തത്തിൽ സമാധാനം തിരിച്ചു വരാനുള്ള ഒരു സാധ്യതയുണ്ട്. സംഘർഷങ്ങളൊക്കെ അവസാനിക്കും, അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അമേരിക്ക എന്ന് പറയുന്ന കൊമ്പനെ കൃത്യമായി മൂക്ക് കയറിട്ട് ഇറാൻ പിടിച്ചിരിക്കുകയാണ്. അമേരിക്കയുടെ ഗുണ്ടാപ്പണി ഏറ്റെടുത്ത് നടത്തുന്ന ആളുകളുടെ ചിത്രം പോലും എവിടെയും കാണുന്നില്ല. അവർക്കൊരു റോളും ഇല്ല എന്നുള്ളതാണ്. ഒരു ചർച്ചയിലും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇല്ല. അമേരിക്കയും ഇറാനും നേരിട്ടാണ്. ഇടയിൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം മധ്യസ്ഥത വഹിക്കുന്നുണ്ട്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പേര് എവിടെയെങ്കിലും കേൾക്കാനുണ്ടോ? അവർക്കൊരു പ്രാധാന്യവുമില്ല എന്നുള്ളതാണ്. ഉത്തര കൊറിയയുടെ പ്രസിഡന്റ് കിം ജോങ് ഉൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇസ്രായേൽ എന്ന് പറയുന്ന ആ സ്ഥലത്തെ ഒരു രാജ്യമായി ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ല. അമേരിക്കയുടെ പിന്തുണയോടുകൂടി ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘം, ഒരു പ്രദേശം എന്നേ ഞാൻ ആ ഒരു ഏരിയയെ വിശേഷിപ്പിക്കുകയുള്ളൂ. ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു രാജ്യമല്ല, ഒരു രാജ്യമായി അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് കിമ്മ് പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രായേലും അവരോടൊപ്പം നിൽക്കുന്ന ആളുകളും ഒക്കെ ഇറാന്റെ വഴിക്ക് വരികയാണ്. ലെബനോനിൽ 10 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചപ്പോൾ ഇതേ ഞങ്ങൾ ഹോർമൂസിലും പ്രശ്നങ്ങൾക്കൊന്നും ഇറങ്ങുന്നില്ല, ഹോർമൂസ് കടലിടുക്ക് വഴി ആർക്ക് വേണമെങ്കിലും പോകാം, ഒരു പ്രശ്നവുമില്ല എന്ന നിലപാട് ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയാണ് അൽ ജസീറ ചാനലിനോട് ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയത്. അൽ ജസീറയാണ് ഇവിടെ കുറച്ചു നേരത്തെ ഇത്തരത്തിലൊരു വാർത്ത പുറത്തുവിട്ടത്. എന്തായാലും ഇതുപോലെ അമേരിക്കയെ കൈകാര്യം ചെയ്താൽ, ഇസ്രായേലിനെ കൈകാര്യം ചെയ്താൽ ലോകത്ത് സമാധാനം ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഏറ്റവും അവസാനം ഹോർമൂസിനെ ചൊല്ലിയായിരുന്നു തർക്കം. ഇറാൻ ഹോർമൂസിൽ ടോൾ പിരിക്കാൻ ഇറങ്ങുകയാണെങ്കിൽ ഇവിടെ അമേരിക്ക ഉപരോധം കൊണ്ടുവരും, ഇറാനിലേക്ക് പോകുന്ന മുഴുവൻ കപ്പലുകളെയും തടയും എന്നുള്ളതായിരുന്നു അമേരിക്കയുടെ ഒരു ഭീഷണി. എന്തായാലും അത് വിലപ്പോയില്ല എന്ന കാര്യം നമുക്കറിയാം. അമേരിക്കയുടെ ഈ ഭീഷണിയെയൊക്കെ വകവെക്കാതെ നിരവധി കപ്പലുകൾ ഇറാനിലെ തുറമുഖങ്ങളിലേക്ക് പോയി. അമേരിക്കക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇറാൻ പറഞ്ഞു തടുക്കാൻ വന്നാൽ തകർത്ത് കളയുമെന്ന്. ചൈനയും ഇവിടെ ഈ ഉപരോധമൊന്നും ഒരു ഉപരോധമല്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞു. എന്തായാലും ഏറ്റവും അവസാനം ചൈന ഇറാനോട് ഒരു അഭ്യർത്ഥന നടത്തി, ഹോർമൂസ് തുറക്കണം. എന്തായാലും ലെബനോനിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചപ്പോൾ ഹോർമൂസിൽ പ്രശ്നങ്ങളില്ല. ഇനി സിറിയയിലെ പ്രശ്നങ്ങൾ അവസാനിക്കണം, യമനിലെ പ്രശ്നങ്ങൾ അവസാനിക്കണം, ഫലസ്തീൻ സ്വതന്ത്രമാകണം. ഇങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത്. അതൊക്കെ നടന്നാൽ ഒരു പ്രശ്നവും എവിടെയും ഉണ്ടാകില്ല. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, ആരാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്, ആരാണ് ഇവിടുത്തെ പ്രശ്നക്കാർ, അവരെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. ലോകത്തിന് ഇറാൻ അത് കാണിച്ചു കൊടുത്തു, അത് പറയാതിരിക്കാൻ കഴിയില്ല. എന്തായാലും ഇറാൻ ഇപ്പോൾ ഈ പാകിസ്ഥാനിലെ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഇറാൻ തിരിച്ചു പോരുന്നത് കീശ നിറയെ പണമായിട്ടാണ് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. വിവിധ രാജ്യങ്ങളിൽ തടഞ്ഞു വെച്ചിട്ടുള്ള മില്യൺ കണക്കിന് ഡോളർ അത് ഇറാൻ ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. കുറച്ചുനാൾ യുദ്ധം ചെയ്താലെന്താ, സ്വന്തം രാജ്യത്തിനു വേണ്ടി വലിയ പോരാട്ടം നടത്തിയപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം നല്ല കാലം തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. ഉപരോധങ്ങളൊക്കെ അവസാനിക്കാൻ പോകുന്നു.